അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അതിനെന്താണ് പരിഹാരമാർഗം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല വിഷമങ്ങളും, അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരസ്പരം ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാം. എന്നാൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്, എപ്പോഴും പ്രശ്നമാണ്, പരസ്പരം ഒത്തുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഭർത്താവ് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ ഭർത്താവ് ചിന്തിക്കുകയാണ് ഭാര്യ ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല എന്നൊക്കെ ഭർത്താവ് ചിന്തിക്കുകയാണ്. അവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ്, എന്നോട് സ്നേഹമില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്, എന്നെ കെയർ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു തെറ്റിദ്ധാരണ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ, അത് എങ്ങനെയായാലും ഭാര്യയെ കൊണ്ട് ഭർത്താവിനായാലും ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്കായാലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ദുആ പതിവാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. ദാമ്പത്യ ജീവിതത്തിൽ നല്ല സന്തോഷം കിട്ടും, നല്ല റാഹത്ത് കിട്ടും, നല്ല സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഈ ദുആ പതിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ദുആ ഇതാണ്: അല്ലാഹുമ്മ ലാ സഹില ഇലാ മാ ജഅലതഹു സഹില വഅൻത തജഅലുൽ ഹസന ഇദാ ശഇത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇലാ മാ ജഅലതഹു സഹില വഅൻത തജഅലുൽ ഹസന ഇദാ ശഇത സഹില. അല്ലാഹുമ്മ ലാ സഹില ഇലാ മാ ജഅലതഹു സഹില വഅൻത തജഅലുൽ ഹസന ഇദാ ശഇത സഹില. ഈ ദുആ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ ദുആ ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. ഏറ്റവും ഉത്തമമായ സമയം നിങ്ങൾ ഒന്നെങ്കിൽ സുബഹ് നിസ്കാരം കഴിഞ്ഞ ശേഷം, സുബഹ് ഖളാ ആവാതെ നിസ്കരിക്കുക. അപ്പോൾ സുബഹ് നിസ്കാര ശേഷം നിങ്ങളുടെ ദിക്റും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദുആവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ദുആ ചെയ്യുക. അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങളുടെ ദുആയും ദിക്റുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ദുആ ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ദിവസം അധികരിക്കാൻ പറ്റുമോ അത്രയും ദിവസം നിങ്ങൾ അധികരിപ്പിക്കുക. തീർച്ചയായും അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ, ഐക്യം പ്രദാനം ചെയ്യട്ടെ, നല്ല സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് നാം ആഗ്രഹിച്ചതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാം ആഗ്രഹിച്ചതുപോലെ പരസ്പരം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കുവാൻ, മരണം വരെ ഒരുമിച്ച് അതുപോലെ ജീവിക്കുവാനുള്ള ഭാഗ്യം പടച്ചറബ് തരട്ടെ. നാം ആഗ്രഹിച്ചതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നല്ല സന്തോഷത്തിൽ എല്ലാം ഒത്തിണങ്ങി എല്ലാം നാം ആഗ്രഹിച്ചതുപോലെ പരസ്പരം രണ്ടു പേരിൽ നിന്നും, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും ഭാര്യയിൽ നിന്ന് ഭർത്താവിനും ലഭിച്ചുകൊണ്ട് നല്ല റാഹത്തായി നാം ആഗ്രഹിച്ചതുപോലെ നല്ല സന്തോഷത്തോടുകൂടെ നല്ല ഐക്യത്തോടുകൂടി ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള വലിയ സന്തോഷത്തോടുകൂടി മരണം വരെ നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ നമുക്ക് ജീവിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.